Very good morning, students. Hope you all are fine. And I go forward with what you expect. I hope you all have understood the yesterday's topic or what I have taught in the last class. I hope you all understood because it was a very simple introduction to economics. So one or two students are only from the science stream. Hope they can also follow what is economics, and they are also able to understand how economics normally used in our household. Okay, നമ്മുടെ വീടുകളിൽ എത്രത്തോളം എക്കണോമിക്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എക്കണോമിക്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ എങ്ങനെയാണോ മാനേജ് ചെയ്യുന്നത്, നമ്മൾ ഏത് കാര്യത്തിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എങ്ങനെയാണോ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, സോ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ എക്കണോമിക്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞിരുന്നു. ഒരു മടിയും വേണ്ട. ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടേം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്താം, എന്നെ ഒന്ന് വിളിക്കുക, നിങ്ങൾ ചോദിക്കാം. മീൻസ് ഈ ഒരു ടേം മനസ്സിലായിട്ടില്ല. കാരണം ഡൗട്ട്ഫുൾ മൈൻഡോട് കൂടിയിട്ട് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ പിന്നീടൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യണം. ഓരോ പോയിൻറ്റ്സ് ആയാലും എന്ത് കാര്യങ്ങളായാലും നമ്മുടെ മനസ്സിൽ അത് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സിനെ കുറിച്ചിട്ടാണ്. നമുക്ക് രണ്ട് ബ്രാഞ്ചസ് ആണുള്ളത്. ആ രണ്ട് ബ്രാഞ്ചസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതേപോലെ മാനേജീരിയൽ എക്കണോമിക്സിലേക്ക് കടക്കുന്ന ഒരു രംഗം കൂടിയാണ്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിൻ്റെ നേച്ചറും അതേപോലെ തന്നെ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പും, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? സോ ഇൻ 1933, അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെ ഏകദേശം പ്രൊവൈഡ് ചെയ്തത് 1932 കാലഘട്ടങ്ങളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 1933 ആയപ്പോൾ നമ്മുടെ എക്കണോമിക്സിനെ നമ്മൾ രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ ഇതും നിങ്ങൾ കേട്ടിട്ടുള്ള ടേം ആയിരിക്കും, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് അല്ലേ. ഫെമിലിയർ ആയിട്ടുള്ള ടേം അല്ലേ. +1 +2 പഠിച്ചത് ഓർമ്മയിൽ ഉണ്ടോ? നിങ്ങളുടെ മനസ്സിലുണ്ടോ കാര്യങ്ങളൊക്കെ? ഓക്കെ, അപ്പം എക്കണോമിക്സിൻ്റെ ഒരുവിധം വാക്കുകളും വന്നിട്ടുള്ളത് ഗ്രീക്ക് ഒറിജിൻ തന്നെയാണ്. സോ ഇത് മാക്രോസ് എന്നുള്ളതും അതേപോലെ തന്നെ മൈക്രോസ് എന്നുള്ളതും ഇതും ഗ്രീക്ക് വേർഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 1933 റെഗ്നർ ഫ്രിഷ് എന്ന് പറയുന്ന വ്യക്തി എക്കണോമിക്സിന് രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മാക്രോ എക്കണോമിക്സും മറ്റൊന്ന് മൈക്രോ എക്കണോമിക്സും. അപ്പോൾ ഈ മൈക്രോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ, വെരി സ്മോൾ അല്ലേ. സ്മോൾ ബിസിനസ്സിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ബിസിനസ്സിനെ ആയിരിക്കാം, ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ തിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി ആയിരിക്കാം. അതാണ് മൈക്രോ എക്കണോമിക് സ്റ്റഡി എന്ന് പറയുന്നത്. മാക്രോ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് മീൻസ് ലാർജ്. സോ ലാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോട് റിലേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് എന്തൊക്കെയാണ്, വേർ ദി മൈക്രോ സ്റ്റാൻഡ്സ്. ഈ മൈക്രോ എന്തായാലും മാക്രോൻ്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, ലാർജ് ഇൻഡസ്ട്രീസ്, ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഒരു ഇൻഡസ്ട്രീനെ എടുക്കുമ്പോഴാണ് മൈക്രോ ആയിട്ട് മാറുന്നത്. ആ ടോട്ടൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് നമ്മൾ എടുക്കുമ്പോൾ അത് മാക്രോ ആയിട്ട് മാറാണ്. ഇപ്പോൾ രണ്ടത്തിനും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി. മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറയുന്നത് 1933 റെഗ്നർ ഫ്രിഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് എക്കണോമിക്സിന് രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മറ്റൊന്ന് മാക്രോ എക്കണോമിക്സ്. Microeconomics means very small and macroeconomics means large.
അപ്പോൾ മൈക്രോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, മാക്രോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഫേം ഓർ എ കൺസ്യൂമർ. ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചിട്ടോ ഒരു കമ്പനീനെ കുറിച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കൺസ്യൂമറിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡി നടത്തുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, ഇനി മാക്രോ എക്കണോമിക്സിൽ എന്തൊക്കെയാണ് വരുന്നത്? മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ദാറ്റ് ഈസ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ള എന്താണെന്ന്, സ്റ്റഡീസ് ദ ക്യാരക്ടർ ഓഫ് ഫോറസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ട്രീസ് വിച്ച് കമ്പോസ് ഇറ്റ്. സോ ഇവിടെ രണ്ട് എക്സാമ്പിളായിട്ടാണ് തന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനി, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റബ്ബർ ഇൻഡസ്ട്രി എന്ന് വിചാരിച്ചു. ഒരു കമ്പനീനെ കുറിച്ചിട്ടുള്ള ഒരു റബ്ബർ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടാണ് നമ്മുടെ സ്റ്റഡി എന്നുണ്ടെങ്കിൽ that will be micro. And if you are going to take about all the industries involving in the rubber എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ that is macro. സേ ഫോർ എക്സാമ്പിൾ ഒരു റബ്ബറൈസ്ഡ് ഇതിൽ നിന്ന് വരുന്നത് തന്നെയാണ് നമ്മുടെ ടയേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം MRF ടയേഴ്സ് ഉണ്ട്, അപ്പോളോ ടയേഴ്സ് ഉണ്ട്, സിയറ്റ് ടയേഴ്സ് ഉണ്ട്, ഗുഡിയർ ടയേഴ്സ് ഉണ്ട് ആൻഡ് സോ ഓൺ. സോ ഇപ്പോൾ നിങ്ങൾ MRFനെ കുറിച്ച് മാത്രം സ്റ്റഡി നടത്താമെന്ന് വിചാരിച്ചു. MRF ടയേഴ്സിനെ കുറിച്ചിട്ട് മാത്രം നിങ്ങൾ സ്റ്റഡി നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ദാറ്റ് ഈസ് മൈക്രോ എക്കണോമിക്സ്. കാരണം നമ്മൾ അവിടെ ഒരു ഇൻഡസ്ട്രീനെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, ഒരു ഫേമിനെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. ദാറ്റ് ഈസ് MRFൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ MRF കമ്പനീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളതിൽ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്, അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് എ മൈക്രോ സ്റ്റഡി. ഇനി നിങ്ങൾ ദ ഹോൾ ടയർ ഇൻഡസ്ട്രീസിനെ കുറിച്ചിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ കം ഇൻ ടു മാക്രോ സ്റ്റഡി. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇപ്പോൾ MRF എന്ന് പറഞ്ഞു വന്നപ്പോഴാണ് ഒരു പോയിൻറ്റും കൂടിയും നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അവരുടെ തുടക്കം എന്ന് പറയുന്നത്, MRFൻ്റെ തുടക്കം എന്ന് പറയുന്നത് ദേ സ്റ്റാർട്ടഡ് വിത്ത് ബലൂൺസ്. ഓക്കെ, ബലൂൺ മാനുഫാക്ചർ ചെയ്യുന്നതായിരുന്നു അവരുടെ തുടക്കം, MRFൻ്റെ തുടക്കമായിട്ടുണ്ടായിരുന്നത് ബലൂൺ മാനുഫാക്ചറിങ്. അവിടെ നിന്ന് അവർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അവർക്ക് വെറും എന്താ പറയുക ടയേഴ്സ് മാത്രമല്ല, ദേ ഓൾസോ മാനുഫാക്ചർ ആൻഡ് എക്സ്പോർട്ടേഴ്സ് ഓഫ് plants which we consider as indoor plants. ഈ റബ്ബറൈസ്ഡ് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും, വിച്ച് ആർ കെപ്റ്റ് ഇൻസൈഡ് ദി ബിൽഡിങ്സ്. വീട്ടിൻ്റെ ഉള്ളിലായിരിക്കാം, ഓഫീസിലായിരിക്കാം, വളരെ ബ്യൂട്ടിഫുൾ. അത് കണ്ടാൽ നാച്ചുറൽ ഏതാണ് ആർട്ടിഫിഷ്യൽ ഏതാണെന്നുള്ളത് നമുക്ക് അറിയാൻ തന്നെ പറ്റില്ല. അത്ര രസകരമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, which are kept as indoor plants. ഓക്കെ, ഇത് അവർ എക്സ്പോർട്ട് ചെയ്യാണ്. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ്, അതും ഏറ്റവും ഭംഗിയായിട്ട് തന്നെ അല്ലെങ്കിൽ ഏറ്റവും ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ ഈ ടോയ്സും അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ ലോറികൾ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പൊക്ലീൻ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെറിയ ടോയ്സ് എന്ന് പറയുന്നത്. സോ ഇതും MRF മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ക്രിക്കറ്റ് ബോൾസ് മാനുഫാക്ചർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് പല ഇതിനും നമ്മുടെ സ്പോർട്സിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾക്കും അവർ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അവർ സ്പോൺസർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ദാറ്റ് ഈസ് ക്രിക്കറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കിറ്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ബോൾസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഇവരുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ വെൻ യു ഗോ ഫോർ ആൻ ഇൻഡിവിജ്വൽ സ്റ്റഡി you will be able to know more about the company. സോ അതിനാണ് നമ്മൾ മൈക്രോ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ടയർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അതിൽ ഇവരുടെ കോമ്പറ്റീറ്റേഴ്സായിട്ട് വരുന്നത് സിഎ ടയേഴ്സ് ഉണ്ട്, അപ്പോളോ ടയേഴ്സ് ഉണ്ട്, ഗുഡിയർ ടയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവരൊക്കെ നല്ല എന്താ പറയുക, ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ടഫ് കോമ്പറ്റീറ്റേഴ്സാണ്. സോ ഇവർക്ക് എങ്ങനെയാണ് ടൈം മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് ഇവർക്ക് വരുന്നത്, ഇവരെങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്? ഇവർ ഡയറക്റ്റ്ലി ഒരു ഷോപ്പും തുറന്ന് അവിടെ ഇരിക്കുന്നത് മാത്രമല്ല, പക്ഷേ ഇവർക്ക് കോൺടാക്റ്റ് ഉണ്ട്. ആരായിട്ട് കോൺടാക്റ്റായിട്ട് ദാറ്റ് ഈസ് എന്താ പറയുക, കാർ കമ്പനീസ് ആൻഡ് ടു വീലർ കമ്പനീസ് ആയിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ട്. സോ വാട്ട് ദേ മാനുഫാക്ചറിൽ ഒരു പാർട്ട് ആർക്കുള്ളതാണ്? ഇവർ ടൈപ്പ് ആയിട്ടുള്ള കാർ കമ്പനീസിനും അതേപോലെ തന്നെ ടു വീലർ കമ്പനീസിനും. ദറ്റ് ഈസ് ടയർ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, ആ കമ്പനീസായിട്ട് ടൈപ്പ് ആയിട്ടുള്ളവർക്കാണ് ഇവരുടെ പ്രൊഡക്ഷൻ്റെ 50% ഇവർക്ക് പോണത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ ദേ ആർ ഡൂയിങ് ദെയർ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാർ കമ്പനിയായിട്ട് ടൈപ്പ് ആവാം, നമ്മുടെ പ്രൊഡക്ഷൻ്റെ 50% അവർക്ക് നമ്മൾ കൊടുക്കാം എന്നുള്ള ഒരു അഗ്രിമെൻറ്റ് പോലെയാണ്. ഓക്കെ, സോ MRF എന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ് അതിൻ്റെ കൂടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് മാത്രം നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മൈക്രോ ആയിട്ട് വരും. പക്ഷേ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും കുറിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാക്രോ ആയിട്ട് വരും. ഇപ്പോൾ നിങ്ങളുടെ ബുക്കിൽ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ് എന്ന് തന്നിട്ടുള്ളത് ഒരു ഫോറസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. സോ വെൻ യു സ്റ്റഡി അബൌട്ട് ദി എൻറ്റയർ ഫോറസ്റ്റ്, നമുക്കത് മാക്രോ ആയിട്ട് വരും. സോ അതിനുള്ളിലുള്ള ഓരോ ഡിഫറെൻറ്റ് പ്ലാന്റ്സിനെ കുറിച്ചും ട്രീസിനെ കുറിച്ചിട്ടും നമ്മൾ പഠിക്കുമ്പോൾ അത് ഓരോന്നും ഇൻഡിവിജ്വലി മൈക്രോ ആയിട്ട് വരും, മൈക്രോ സ്റ്റഡി ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എന്തൊക്കെയാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സ് തമ്മിലുള്ള ഡിഫറൻസ്? സിമ്പിളാണ്, ഇത് 4 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഡെഫിനേഷൻ, ദറ്റ് ഈസ് ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് മോഡേൺ ഡെഫിനേഷനാണ്, ശരിക്കും നോർമലി എഴുതാം. അപ്പോൾ അത് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഡെഫിനേഷൻസ്, ഒരു 4 ഡെഫിനേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ആഡം സ്മിത്തിൻ്റെ, ആൽഫ്രഡ് മാർഷലിൻ്റെ, റോബിൻസ് ആൻഡ് ദെൻ പ്രൊഫസർ സാമുവൽസൺ. ഗ്രോത്ത് ഡെഫിനേഷൻ തന്നിട്ടില്ല. അപ്പോൾ 4 ഡെഫിനേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജനറലി എക്കണോമിക്സിൻ്റെ ഡെഫിനേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫസർ സാമുവൽസൻ്റെ എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് അതെന്ന്. പിന്നെ ഇപ്പോൾ നമുക്കതിലുള്ള ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സും ചോദിക്കാം, എന്തൊക്കെയാണ് മൈക്രോ ആൻഡ് മാക്രോ, അതിൻ്റെ ഡിഫറൻസസ് ചോദിക്കാം. അതിൻ്റെ ഡിഫറൻസസ് വന്നിട്ട് നമുക്കൊരു 4 to 5 പോയിൻറ്റ്സ് ഉണ്ട്. ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ ദി ഷോർട്ട് എസ്സേ, ദാറ്റ് ഈസ് 4 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് സ്റ്റഡീസ് ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്സ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം എന്തൊക്കെയാണെന്നുള്ളത്. മൈക്രോയിൽ എന്തൊക്കെയാണ്, ഇൻഡിവിജ്വൽ സ്റ്റഡിയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ മാർക്കറ്റിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട്, എങ്ങനെയാണ് അതിൻ്റെ സെയിൽസ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ കൺസ്യൂമർ, ഇറ്റ് ഹെൽപ്സ് എ ഇൻഡിവിജ്വൽ കൺസ്യൂമർ, ഫേം ഓർ ഇൻഡസ്ട്രി, ആ പർട്ടിക്കുലർ കൺസ്യൂമറിനെയോ അതല്ലാന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ ഫേമിനെയോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രീനെയോ അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് പ്രൈസിലാണ്. കാരണം പ്രൈസാണ് നമുക്ക് ഇൻകം ഏൺ ചെയ്ത് തരുന്നത്. സോ നമ്മുടെ പ്രോഡക്റ്റ് എത്ര രൂപയ്ക്കാണ് മാർക്കറ്റിൽ വിൽക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്കതിൽ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻ പോളിസി ഫോർമുലേഷൻ. ദറ്റ് ഈസ് പോളിസി ഫോർമുലേഷൻ നേഷൻ്റെ ലെവൽ ഓഫ് ഇൻകം ഒക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ കൺസിഡർ ചെയ്യണമെന്നില്ല, പക്ഷേ ഓവറോൾ അത് കൺസിഡേർഡ് ആണ്. ഓക്കെ, എയിംസ് എറ്റ് എഫിഷ്യൻറ്റ് അലൊക്കേഷൻ ആൻഡ് യൂസ് ഓഫ് റിസോഴ്സസ്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ റിസോഴ്സസും കാര്യങ്ങളൊക്കെ അലൊക്കേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്താണോ അത് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് മൈക്രോയിൽ വരുന്നത്. ഓക്കെ, മാക്രോ എന്ന് പറയുമ്പോൾ തന്നെ ജനറലി അഗ്രിഗേറ്റ് ആയിട്ടുള്ള എക്കണോമിക് യൂണിറ്റ്സ് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നമുക്ക് വരും. ജനറൽ പ്രൈസ് ലെവൽ, നാഷണലി ദറ്റ് ഈസ് നാഷണൽ ഔട്ട്പുട്ട് ഇൻ ദ കൺട്രി എത്രത്തോളം ഉണ്ട്, അതേപോലെ തന്നെ എൻറ്റയർ എക്കണോമിയിൽ എത്രത്തോളം പാർട്ടിസിപ്പേഷൻ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് പറ്റിയൊരു ഓപ്റ്റിമം സിറ്റുവേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത്, അതേപോലെ തന്നെ ഓവറോൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്.
ദാറ്റ് ഈസ് ഒരു കൺട്രിയിലെ ഓവറോൾ ഇൻകം ഈ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഏൺ ചെയ്യുന്നത് എത്രയാണെന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഫോക്കസ് വരുന്നത്. ഹോൾ എല്ലാ ഇൻഡസ്ട്രീസും കൂടിയിട്ട് എത്രത്തോളം ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ പോളിസി ഫോർമുലേഷനിലൊക്കെ മാക്രോ എക്കണോമിക്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു തരത്തിലും അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ യൂണിറ്റ്സൊക്കെ കൂടിയിട്ടാണ് ഒരു ബിഗർ യൂണിറ്റിലേക്ക് അത് മാറുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്മോൾ ഇൻഡസ്ട്രീസ് ആർ കൺസിഡേർഡ്, വെരി വെൽ കൺസിഡേർഡ്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നാൽ മാത്രമാണ് നമുക്കൊരു നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഓവറോൾ എക്കണോമിയിലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മുഴുവൻ ഏതിനു വേണ്ടിയിട്ടാണ്? ഒരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഗവൺമെൻറ് മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എക്കണോമി എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഫീൽഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ബിസിനസ്സസ് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ അത്രത്തോളം ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നടക്കും. സോ വെൻ ദർ ഈസ് നോ ഇൻഡസ്ട്രി ഇൻ ദി കൺട്രി there will be no growth in the country എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഒരു നാടിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസിൻ്റെ ജനനാണ്, ബർത്ത് ഓഫ് ഇൻഡസ്ട്രീസാണ്. എത്ര ഇൻഡസ്ട്രീസ് നമ്മുടെ ഇന്ത്യയിൽ വരുന്നുണ്ടോ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എക്കണോമിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും നമ്മളെ കൊണ്ട് ചെറിയൊരു കോൺട്രിബ്യൂഷൻ ആർക്കുണ്ടായിരിക്കും? ഗവൺമെൻറ്റിന് ഉണ്ടായിരിക്കും. സോ വാട്ട് വി ഏൺ അതിൽ ഒരു പെർസെൻറ്റേജ് ആർക്കുള്ളതാണ്? ഗവൺമെൻറ്റിനുള്ളതാണ്. അത് ടാക്സിൻ്റെ രൂപത്തിലാവാം, അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈസൻസിങ്ങിൻ്റെ രൂപത്തിലാവാം. ഏത് കാര്യങ്ങൾ നോക്കിയാലും അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മെൻറ്റ് ഫോർ ഗവൺമെൻറ്. സോ അപ്പോൾ എത്ര ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് എത്ര ഇൻകം ഉണ്ടായിരിക്കും? സോ ദ ഗവൺമെൻറ് ക്യാൻ ഡു ബെറ്റർ തിങ്സ് ഫോർ ദി സിറ്റിസൻസ്. കാരണം ഇൻകം ആണ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് നമ്മൾ കൊടുക്കുന്ന ടാക്സാണ് ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. സോ അത് ഓരോ സ്റ്റേറ്റിൽ നിന്നും കളക്ട് ചെയ്യുന്ന എമൗണ്ട് അതാത് സ്റ്റേറ്റുകളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ സ്റ്റേറ്റിൻ്റെയും അവരുടെ എന്തൊക്കെയാണ് അവർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോണത്, അവരുടെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് അവരുടെ സ്റ്റേറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് തന്നെ നമ്മൾ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. അങ്ങനെയാണ് സിസ്റ്റം. ഓക്കെ, സോ എത്ര ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ വന്നാലും അത്രത്തോളം ഇന്ത്യക്ക് ഗ്രോത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര ഇൻഡസ്ട്രീസ് പൂട്ടിപ്പോകുന്നുവോ അത്രത്തോളം നമ്മുടെ നാടിൻ്റെ ഗ്രോത്ത് കുറഞ്ഞു വരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ആൻഡ് ദെൻ നമുക്കിനി വരുന്നത്, അപ്പോൾ ഏകദേശം ബ്രാഞ്ചസ് എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ, ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ മൈക്രോ, മാക്രോ. അപ്പോൾ മൈക്രോ എന്തൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, മാക്രോ എക്കണോമിക്സ് എന്തൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി മാനേജീരിയൽ എക്കണോമിക്സിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഒരു അനാലിസിസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പഠിച്ചിട്ടുള്ള എക്കണോമിക് തിയറീസ് that we are going to implement as economic policies in the industry or in the organization. Okay, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, തിയറി ആയിട്ടുള്ള കാര്യങ്ങൾ that we are going to put into practical version. അപ്പോൾ നമ്മൾ സാധാരണ കളിയാക്കിയിട്ടായാലും പലരും പല കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ പഠിച്ചതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ? അത് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യും അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള ആൽഫബറ്റ്സ്, നമ്മൾ പഠിച്ചിട്ടുള്ള വേർഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യണില്ലേ? when we put in the form of sentences, when we write a story, when we read a book, ഇതൊക്കെ വായിക്കാനും എഴുതാനും നമുക്ക് പ്രാക്ടീസ് തരുന്നില്ലേ വേർഡ്സ്? അപ്പോൾ അതേപോലെ നമ്മൾ ഓരോ ക്ലാസ്സിലും നമ്മൾ പഠിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങൾ, ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് കൊമേഴ്സിൽ നിങ്ങൾ പഠിക്കുന്നത് അക്കൗണ്ട്സ് മാത്രമല്ല, ഹൗ ടു റൺ എ ബിസിനസ്,
ഹൗ ടു മാനേജ് എ ബിസിനസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിതിൽ പഠിക്കുന്നത്. അപ്പം നമ്മൾ പഠിക്കുന്ന ഓരോ തിയറി ഭാഗങ്ങളും അതിൻ്റെ സിറ്റുവേഷൻ, ആ നാടിൻ്റെ സിറ്റുവേഷൻ, നമ്മുടെ പരിസരത്തുള്ള സിറ്റുവേഷൻ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കെപ്പോഴും അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിൽ വരുന്നത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ഒരു എക്കണോമിക് അനാലിസിസ് നടത്തുന്നുണ്ട്. എക്കണോമിക് അനാലിസിസ് നടത്തി നമ്മൾ അതിനനുസരിച്ചുള്ള ബിസിനസ് പോളിസീസ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇതിൽ മാനേജറിയൽ എക്കണോമിക്സ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബൈ വൺ മിസ്റ്റർ ജോയൽ ഡീൻ എന്ന് പറയുന്ന പേഴ്സണാണ്. ജോയൽ ഡീനാണ് മാനേജറിയൽ എക്കണോമിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഹീ ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. ആഡം സ്മിത്ത് ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് എക്കണോമിക്സ്. രണ്ടും കൺഫ്യൂസ് ചെയ്യരുത് കേട്ടോ. ജോയൽ ഡീൻ ഈസ് കൺസിഡേർഡ് ആസ് ഫാദർ ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളതാണ്. ആൻഡ് ദെൻ അപ്പോൾ ഇതിലെ ആളുടെ ഒരു ഡെഫിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അക്കോർഡിംഗ് ടു ഹിം, മാനേജറിയൽ എക്കണോമിക്സ് ദ യൂസ് ഓഫ് എക്കണോമിക് അനാലിസിസ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് ബിസിനസ് പോളിസീസ്. അത് ഞാൻ പറഞ്ഞു, നമ്മൾ അനലൈസ് ചെയ്യാണ്. വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ഫോർ സച്ച് ബിസിനസ് എന്നുള്ള രീതിയിൽ നമ്മൾ അനാലിസിസ് നടത്തി അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വി ആർ ഗോയിങ് ടു അപ്ലൈ ഇൻ ദി ബിസിനസ്. സോ വാട്ട് വി ഹാവ് സ്റ്റഡീഡ്, those theory part is going to take place in the business. ഓക്കെ. അപ്പോൾ നമ്മളതൊരു പോളിസി ആക്കിയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ്സിലേക്ക് നമ്മളത് മാറ്റുന്ന ഒരു രംഗമാണ്. ആൻഡ് ദെൻ അപ്പോൾ ഇതിൽ 2-3 പേര് ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഒരു ഡെഫിനേഷനും കൂടി ഞാൻ വായിക്കാം. സ്പെൻസർ ആൻഡ് സീഗൽമെൻ്റെ ഡെഫിനേഷൻ. And this managerial economics is the integration of economic theory with business practice for the purpose of facilitating decision making and forward planning by management. So ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താണ് വരുന്നത്? ഡിസിഷൻ മേക്കിംഗ്. സോ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ പല സമയങ്ങളിലും നമ്മൾ പല ഡിസിഷൻസ് എടുക്കേണ്ടി വരികയാണ്. അതിൽ ഏതെങ്കിലും ഒരു ഡിസിഷൻ പാളിപ്പോയി കഴിഞ്ഞാൽ ദ എൻറ്റയർ ബിസിനസ് വിൽ ബി റൂയിൻഡ്. ഓക്കെ. സോ വെൻ യു ടേക്ക് എ ഡിസിഷൻ ടു ഡു സംതിങ് ഓർ ടു ബ്രിങ് എനി ചേഞ്ച് ഇൻ ദ ബിസിനസ്, യു ഹാവ് ടു മോർ കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് ആൻഡ് യു ഷുഡ് ബി മോർ കോൺഫിഡൻറ്റ് വൈൽ യു ആർ ടേക്കിംഗ് ഡിസിഷൻ. You have to know what will happen after this decision has been implemented. അത് നമ്മുടെ മുന്നിലൊരു ഫോർവേഡ് തിങ്കിങ് ഉണ്ടായിരിക്കണം, ഒരു ഫോർകാസ്റ്റിംഗ് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഇങ്ങനൊരു സംഭവം നമ്മൾ നടത്തിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു തീരുമാനം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കുമെന്ന് അറിയാതെ നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ മതിലുമരിക്കണ പൂച്ചയുടെ പോലെയാവും. ഓക്കെ. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ചാടുക എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി പോകരുത്. നമ്മുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ബി മോർ കെയർഫുൾ ആൻഡ് വാട്ട് എവർ ഡിസിഷൻസ് വി ആർ ടേക്കിംഗ് ദാറ്റ് ഷുഡ് ബി ആപ്റ്റ് ഫോർ ദി ബിസിനസ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് വേണം, ഫോർവേഡ് പ്ലാനിങ്. നമ്മുടെ ദാറ്റ് ഈസ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയതൊരു 5 വർഷം എടുക്കും അതൊന്ന് നേരെ നിൽക്കാനായിട്ട്. ഓക്കെ. കുറച്ച് ആൾക്കാർ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി അതൊന്ന് പ്രോപ്പറായിട്ടുള്ള രീതിയിലേക്ക് വരാൻ തന്നെ ഇറ്റ് വിൽ ടേക്ക് ഓൾമോസ്റ്റ് 5 years. ഓക്കെ. ഇനി കുറച്ചും കൂടിയും ആഫ്റ്റർ 10 years നമ്മുടെ ബിസിനസ് എന്തായിരിക്കും, എങ്ങനെയായി തീരുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ചിലപ്പോൾ 5 years കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിന് കോമ്പറ്റീറ്റേഴ്സ് വരാം. കോമ്പറ്റീറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത് എത്ര വർഷത്തിന് ശേഷമായിരിക്കണം? 5 വർഷം കഴിഞ്ഞിട്ട് വേണോ? 10 വർഷം കഴിഞ്ഞിട്ട് നമുക്കിതിനോടുകൂടെ വേറൊരു പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ഒരു 10 to 15 years നമ്മുടെ മുന്നിലൊരു ഫോർകാസ്റ്റിംഗ് ഉണ്ടാവണം.
എന്നാലാണ് നമുക്ക് ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കുള്ളൂ. നാളെ എന്താ സംഭവിക്കുക എന്നറിയാതെ നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് എടുത്ത് ചാടാനായിട്ട് പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളൊരു ചെറിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് സ്റ്റഡിയൊക്കെ നമ്മൾ നടത്തി, ആൻഡ് വി ആർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഐ എം ഷുവർ ഇറ്റ് വിൽ നോട്ട് ബി സക്സസ്ഫുൾ ബിക്കോസ് 3 to 5 years മാർക്കറ്റ് സ്റ്റഡി വേണമെന്നാണ് പറയുന്നത് ബിസിനസ് എക്സ്പേർട്സ് പറയുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ 3 to 5 years നമുക്ക് മാർക്കറ്റ് സ്റ്റഡി ഉണ്ടായിരിക്കണം. ഈ 3 to 5 yearsലുള്ള മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഇപ്പോഴത്തെ ആവശ്യങ്ങളല്ല, ഭാവിയിൽ, ദറ്റ് ഈസ് ഇൻ ഫ്യൂച്ചർ വാട്ട് വിൽ ബി ദ നീഡ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റിലും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളിലും ഒക്കെ മാറ്റം സംഭവിക്കും. സോ അവരുടെ ചേഞ്ച് ഇൻ ടേസ്റ്റ് എന്തൊക്കെ ആയിരിക്കാം എന്നുള്ളതാണ്, അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് മാറ്റങ്ങളാണ് ഇനി ആൾക്കാർ അതിൽ ആഗ്രഹിക്കുന്നത്? വാട്ട് പീപ്പിൾ, വാട്ട് ചേഞ്ചസ് വി ആർ ഗോയിങ് ടു ബ്രിങ് ഇൻ ദി പ്രോഡക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 5 years മാർക്കറ്റ് സ്റ്റഡി നടത്തുമ്പോൾ തന്നെ ഏകദേശം ഇതായിരിക്കും അവരുടെ ആഗ്രഹം എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മളൊരു പ്രോഡക്റ്റിന് രൂപം കൊടുക്കുന്നത്. സോ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ അതിന് വലിയ രീതിയിലുള്ള ഒരു സക്സസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സക്സസ് ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളും മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. കണ്ടിന്യൂസ് മാർക്കറ്റ് സ്റ്റഡി ഉണ്ടായിരിക്കണം. ഹൗ the people are selecting our product, what makes them to select the product, and how often they purchase the product എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ സ്റ്റഡി മാർക്കറ്റിൽ നടന്നുകൊണ്ടേ ഇരുന്നാലാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് പിക്ചറും അതേപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്ക് എന്താണെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുള്ളൂ. what do you mean by merits and demerits? What is good of your product and what is bad of your product? So what we have to consider, we have to consider the good or bad. We have to consider the bad ones because that will give you the result. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അത് ആൾക്കാരുടെ ഡിമെറിറ്റ്സ്, ആൾക്കാർ പറയുന്ന ഡിമെറിറ്റ്സിൽ നിന്നാണ് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൽ വരുന്ന മാറ്റങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കിട്ടാം. സോ അവർ പറയും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നന്നായേനെ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റായേനെ എന്ന് അവർ പറയുന്ന ചേഞ്ചസ് എന്ന് നമ്മുടെ പ്രോഡക്റ്റിന് ഇല്ലാത്തത് എന്താണോ അതായിരിക്കും അവർ പറയുന്നുണ്ടാവുക. ദാറ്റ് ഈസ് മോർ എക്സ്പെക്റ്റഡ്. സോ ആ കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കണം, അല്ലെങ്കിൽ നമ്മളത് വിലയിരുത്തി നമ്മൾ ആ മാറ്റങ്ങൾ നമ്മുടെ പ്രോഡക്റ്റിന് കൊണ്ടുവന്നാലാണ് ആ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ബിഗ് സക്സസ് ആയിട്ട് മാറുള്ളൂ. ഓക്കെ, സോ അത് പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയിന്ന് മാത്രം. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സ് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് അതിൽ കൺസേൺ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറി. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ്സ്, എക്കണോമിക് കോൺസെപ്റ്റ്സ് ഉണ്ട്, എക്കണോമിക് തിയറീസ് ഉണ്ട്. ഇതൊക്കെ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിലെ ആ പ്രോസസ്സിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ആരുടെ ഡെഫിനിഷൻ പഠിച്ചാലും കുഴപ്പമില്ല, ജോയൽ ഡീൻ്റെ ഡെഫിനിഷൻ പഠിച്ചാലും കുഴപ്പമില്ല, സ്പെൻസറിൻ്റെ ഡെഫിനിഷൻ പഠിച്ചാലും കുഴപ്പമില്ല, ഡൊമിനിക്കിൻ്റെ ഡെഫിനിഷൻ പഠിച്ചാലും കുഴപ്പമില്ല. സോ വിച്ച് യു ഫൈൻഡ് ഇറ്റ് ഈസിയർ ഫോർ യു ടു ലേൺ, ദാറ്റ് ഡെഫിനിഷൻ യു ക്യാൻ ലേൺ. സോ ഇതിലുള്ള ഒരു 2 mark ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സും ഇന്നത്തെ ക്ലാസ്സിലായിട്ട് എത്ര ക്വസ്റ്റ്യൻസ് കിട്ടി നമുക്ക് എന്താ പറയുക, what is economics, അതേപോലെ തന്നെ what are the branches of economics, what are the difference between micro and macro economics, and define managerial economics. 4 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ മൈക്രോ എക്കണോമിക്കാണ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്കാണ്. കാരണം എന്താണ്, അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫേമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടോ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ കുറിച്ചിട്ടോ നടത്തുന്ന സ്റ്റഡിയാണ് നമുക്ക് ആ ഒരു ഇൻഡസ്ട്രീനെ മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മൾ അതിൽ വരുന്നത്. ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ
അതിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണോ അതിലേക്ക് ഒരു സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോളിസി മേക്കിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മൈക്രോ എന്നുള്ളത്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് നോർമേറ്റീവ് സയൻസ്. നമ്മൾ സാധാരണ എക്കണോമിക്സ് എന്ന് പറയുന്നത് പോസിറ്റീവും പറയും, അതേപോലെ തന്നെ നോർമേറ്റീവ് എന്നുള്ളതും നമ്മൾ പറയും. പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഈസ് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. നോർമേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം. അപ്പോൾ ഇവിടെ എക്കണോമിക്സ് നോർമേറ്റീവ് എന്ന് പറയാൻ കാരണം വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് വിൽ ബി ഏബിൾ ടു നോ വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസിനെ, ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ, ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം എന്താണോ ദാറ്റ് വി ആർ ആക്സെപ്റ്റിംഗ്. അതാണ് നോർമേറ്റീവ് സയൻസിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഇസ് പ്രാഗ്മാറ്റിക്. പ്രാഗ്മാറ്റിക്കിൽ വരുന്നത് ഇറ്റ് കോൺസെൻട്രേറ്റ്സ് ഓൺ എക്കണോമിക് തിയറി, മോർ ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആണ്. സോ ഇതിൽ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിക് ആണ്. കാരണം പ്രാഗ്മാറ്റിക് എന്ന് പറയാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടിയും ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇറ്റ് ട്രൈസ് ടു സോൾവ് ദ മാനേജീരിയൽ പ്രോബ്ലംസ് ഇൻ ദെയർ ഡേ ടു ഡേ ഫങ്ഷനിങ് ഓർ ബിസിനസ് എൻ്റർപ്രൈസസ്. ഓരോ ദിവസം നമുക്ക് ദാറ്റ് ഈസ് എ ബിസിനസ് എൻ്റർപ്രൈസസിൽ വരുന്ന മാറ്റങ്ങൾ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളാണ് പ്രാഗ്മാറ്റിക്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മാറ്റേണ്ടി വരും. അപ്പോൾ എല്ലാ തിയറിയും അതുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഓരോ ബിസിനസ്സും എൻറ്റയർലി ഡിഫറെൻ്റാണ്, യുണീക്കാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ഇവിടെ ഈ ഒരു ഓർഗനൈസേഷനിലെല്ലാം സെയിം പ്രോബ്ലം തന്നെ വേറൊരു ഓർഗനൈസേഷനിൽ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സർക്കംസ്റ്റാൻസിന് അനുയോജ്യമായിട്ടുള്ള കാര്യം ഏതാണോ അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് പ്രാഗ്മാറ്റിക്. ആൻഡ് ദെൻ പ്രിസ്ക്രിപ്റ്റീവ്. മാനേജറിയൽ എക്കണോമിക്സ് ഇസ് പ്രിസ്ക്രിപ്റ്റീവ്. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് ഡിസ്ക്രിപ്റ്റീവ് അല്ല, പ്രിസ്ക്രിപ്റ്റീവാണ്. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രിസ്ക്രൈബ്സ് എ സൊല്യൂഷൻ ഫോർ ദി പ്രോബ്ലം. സോ ഇഫ് ദിസ് ഈസ് ഹാപ്പനിങ്, സോ ദിസ് വിൽ ബി ദ പ്രോബ്ലം, സോ പ്ലീസ് അവോയ്ഡ് ദിസ് എന്നുള്ളൊരു രീതി. ഓക്കെ, അപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യുകയാണ്. അതായത് നിങ്ങളുടെ കമ്പനിയിലുള്ള പ്രോബ്ലത്തിൻ്റെ ദാറ്റ് ഈസ് അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത്, അതേപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് പ്രിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ദെൻ ഇത് ഏതും യൂസ് ചെയ്യുന്നുണ്ട്, മാക്രോ എക്കണോമിക്സിനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം മാക്രോ എക്കണോമിക്സ് ഒരു ജനറൽ സ്റ്റഡി നടത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ പ്ലേസ് എവിടെയാണ്, ആ വലിയ ഒരു ലോകത്ത്, മാക്രോ എന്ന് പറയുന്ന ഒരു വലിയ ലോകത്ത് നമ്മൾ മൈക്രോ ആയിട്ട് നിൽക്കുന്ന വാട്ട് ഈസ് അവർ പൊസിഷൻ ഓവർ ദെയർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കും. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സ് ടേക്സ് ദി ഹെൽപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ് ടു അണ്ടർസ്റ്റാൻഡ് ദി എക്സ്റ്റേർണൽ ബിസിനസ് കണ്ടീഷൻസ്, ബിസിനസ് സൈക്കിൾ, നാഷണൽ ഇൻകം, എക്കണോമിക് പോളിസീസ് ഓഫ് ഗവൺമെൻറ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ബിസിനസ് സൈക്കിൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ഒരു ബൂം പീരിയഡ്, അതേപോലെ തന്നെ ഡിപ്രഷൻ പീരിയഡ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ വരുന്ന ചേഞ്ചസ്, അപ്പോൾ ഇപ്പോൾ എന്താണ് നമ്മുടെ ബിസിനസ്സിനെ പറ്റിയ ഒരു ബിസിനസ് സൈക്കിൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ uses theory of firm. That is, managerial economics is largely uses the body of economic concepts. ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന നമ്മുടെ തിയറി, നമ്മുടെ കോൺസെപ്റ്റ്സ്, കാര്യങ്ങളൊക്കെ എങ്ങനത്തെ പ്രോബ്ലംസ് ആണോ വരുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളത് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മളതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു രീതി. ആൻഡ് ദെൻ മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്. The aim of managerial economics is to help the management, അല്ലേ, മാനേജ്മെൻറ്റിന് ശരിയായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള പോളിസീസ് ഫോം ചെയ്യാനായിട്ട്, അവർക്ക് മാനേജ്മെൻറ്റിന് നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെയാണ് എന്ത് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ് പറയുന്ന കാര്യങ്ങളെല്ലാം.
അതേപോലെ തന്നെ ആർട്ടാണ്, സയൻസാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സോഷ്യലാണ് സയൻസാണെന്ന് പറഞ്ഞു. സോഷ്യൽ എന്ന് പറയാൻ കാരണം എന്താണ്? സോഷ്യൽ എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് മെയിനായിട്ട് മാൻകൈൻഡിനെ കുറിച്ചിട്ടും സൊസൈറ്റീനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെ സോഷ്യൽ എന്ന് പറയുന്നത്. സയൻസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോബ്ലം എന്താണോ അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്ന രീതിയാണ് നമ്മൾ സയൻസ് എന്ന് പറഞ്ഞത്. ഇവിടെ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ആർട്ടുമാണ്, അതേപോലെ തന്നെ സയൻസുമാണ്. അതെപ്പോഴാണ് ആർട്ടാവുന്നത്? ഓക്കെ, എപ്പോഴാണ് സയൻസ് ആവുന്നത് എന്ന് നോക്കാം. It establishes relationship between cause and effect by collecting, classifying and analyzing the fact. അപ്പോൾ ഇത് എപ്പോഴാണ് ആർട്ടാവുന്നത്? അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിത് ആർട്ടായിട്ട് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് നമ്മൾ അതിനെ കണ്ടെത്തുന്ന സമയത്ത് അത് എന്തായിട്ട് വരും? നമുക്ക് ആർട്ടായിട്ട് വരും. അങ്ങനെയാണ് ഇത് ആർട്ടായിട്ടും സയൻസായിട്ടും നമുക്ക് നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നേച്ചർ ഓഫ് മാനേജീരിയൽ എക്കണോമിക്സിൽ വരുന്ന കാര്യങ്ങൾ. മൈക്രോ എക്കണോമിക്സ്, നോർമേറ്റീവ് സയൻസ്, പ്രാഗ്മാറ്റിക്, പ്രിസ്ക്രിപ്റ്റീവ്, യൂസസ് മാക്രോ എക്കണോമിക്സ്, യൂസസ് തിയറി ഓഫ് ഫേം, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ്, മൾട്ടി ഡിസിപ്ലിനറി, ആർട്ട് ആൻഡ് സയൻസ്. അതിലൊരു കാര്യം വിട്ടുപോയി, മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത് നമ്മൾ ഈ എക്കണോമിക്സിൽ മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ഭാഗം വരുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ കുറേശ്ശെ നമ്മൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത് മാത്സിൻ്റെ ഭാഗം വരുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്, അതിൽ റിസർച്ചിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ഇൻവോൾവ് ചെയ്ത് വരുമ്പോൾ ഇത് ഒരു ഡിസിപ്ലിനിലല്ല നിൽക്കുന്നത്, മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടാണ് മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ക്യാരക്ടർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ 9 പോയിൻറ്റ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ സ്കോപ്പിലേക്ക് കടക്കാം. സോ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ മാനേജീരിയൽ എക്കണോമിക്സ് എവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും? ദ ഏരിയ ഓഫ് സ്റ്റഡി, ദ ഡെപ്ത് ഓഫ് സ്റ്റഡി, ഏരിയ ഓഫ് ആപ്ലിക്കബിലിറ്റി എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിലും നിങ്ങൾക്കൊരു 9 പോയിൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. സോ എവറി ബിസിനസ് കൺസേൺ ഷുഡ് ഹാവ്, അതല്ലാന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു കൺസിഡർ വാട്ട് ഈസ് ദ അനാലിസിസ് ഓഫ് their ഡിമാൻഡ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എത്രത്തോളം മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ള കാര്യം. സെക്കൻഡ് തിങ് ഈസ് ഇനി നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും, എന്തായിരിക്കും എന്നുള്ളതാണ് ഫോർകാസ്റ്റിങ്ങിൽ വരുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വാട്ട് ഈസ് ദ ഡിമാൻഡ് നൗ ആൻഡ് വാട്ട് വിൽ ബി ദ ഡിമാൻഡ് വിൽ ബി ടുമോറോ എന്നുള്ള കാര്യം. ഇപ്പോൾ എന്താണ്, നാളെ എന്താണ്, അതാണ് ഫോർകാസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ ഇസ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ്. റിസോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് സ്കേഴ്സാണ്. അത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ളതാണ്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്. സോ റിസോഴ്സസ് എന്ന് പറയുന്നത് എപ്പോഴും സ്കേഴ്സ് തന്നെയാണ്. ചിലപ്പോൾ ലേബർ ആയിരിക്കാം, ഹ്യൂമൻ റിസോഴ്സ് ആയിരിക്കാം ഏറ്റവും സ്കേഴ്സ് ആയിട്ടുള്ളത്, ചിലപ്പോൾ ടെക്നോളജി ആയിരിക്കാം ഏറ്റവും സ്കേഴ്സ് ആയിട്ടുള്ളത്, ചിലപ്പോൾ ലാൻഡ് ആയിരിക്കാം ഏറ്റവും സ്കേഴ്സ് ആയിട്ടുള്ളത്. സോ എനിത്തിങ് മേ ബി സ്കേഴ്സ്. അപ്പം സ്കേഴ്സ് റിസോഴ്സസ് ഏതാണോ, അപ്പോൾ സ്കേഴ്സ് റിസോഴ്സസ് നമുക്ക് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുള്ളൂ. സോ നേരെ മറിച്ച് ഈ സ്കേഴ്സ് റിസോഴ്സസ് അബണ്ടൻ്റ് ആയിട്ട് എവിടെയാണോ കിട്ടുന്നത്, ഒന്നെങ്കിൽ അവിടേക്ക് നമ്മുടെ ബിസിനസ് കൺസേൺ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടിയും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൽ ഗുണമുള്ളത്? കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് ഏറ്റവും വില കുറവിന് എവിടെ നിന്നാണ്
ക്വാളിറ്റി റോ മെറ്റീരിയൽസ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുക. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാക്സിമം നമ്മൾ സിമ്പിളാക്കി കൊണ്ടുവരിക, ഏറ്റവും കുറവാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ആൻഡ് മാക്സിമം പ്രൈസ് നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാനും പറ്റും. സോ വി ക്യാൻ ഗെറ്റ് എ ബ്രോഡർ പ്രോഫിറ്റ് മാർജിൻ. അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ. ആൻഡ് ദെൻ ഇസ് പ്രൈസിങ് പോളിസീസ്. പ്രൈസിങ് പോളിസി എന്ന് പറയുമ്പോൾ once a product is ready for sale, we are going to fix the price for the product. And you all know in marketing the 4 P's are very important. അല്ലേ? 4 P's എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ 4 P'സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു P എന്ന് പറയുന്നത് പ്രൈസാണ്. അപ്പോൾ ഈ പ്രൈസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം പ്രോഡക്റ്റ് ആയാലും പ്രൊമോഷൻ ആയാലും പ്ലേസ് ആയാലും നമുക്ക് 3 എക്സ്പെൻസസ് തന്നെയാണ്. അപ്പോൾ ഈ 3 എക്സ്പെൻസസിനെയും നമുക്ക് കവർ ചെയ്യാനുള്ള ഒരൊറ്റ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസാണ്. സോ വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ് യു ആർ ഗോയിങ് ടു ഫിക്സ് ഫോർ ദി പ്രോഡക്റ്റ്? ദാറ്റ് മേ ബി 200 times മോർ ദാൻ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ 1 രൂപയാണ്, അപ്പോൾ അത് കാരണം 1 രൂപ 10 പൈസയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാം. ഒരിക്കലും ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. The product which costs ₹1 can be sold in the market for ₹10. കാരണം അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് മാർക്കറ്റിംഗ് ചാനൽസ് എന്ന് പറയുന്ന ഇതിനിടയിൽ വരുന്ന ഇൻ്റർമീഡിയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറീസിന് കൊടുക്കേണ്ട പൈസ ഉണ്ടായിരിക്കും. സോ ഈ GSTയും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വലിയ ഡിഫറൻസാണ് നമുക്കതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓരോ പ്രോഡക്റ്റിനും അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് അവർക്ക് ഓരോന്നിനും ഓരോ കാറ്റഗറിക്കും അവർ ടാക്സ് എത്രയാണെന്നുള്ളത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ വല്ലാണ്ട് പ്രൈസ് അങ്ങോട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഓക്കെ. അപ്പോൾ നമുക്കൊരു ലെവൽ വെച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ ടാക്സ് ഗവൺമെൻറ്റിനും അതിൻ്റേതായ ഒരു വരുമാനം ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ. സോ ഫിക്സിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ അതിന് പല കാര്യങ്ങളും നമ്മൾ കണക്കിലെടുക്കണം. നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, മാർക്കറ്റിങ്ങിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. സോ അതിൻ്റെ ഇടയിലുള്ള ഇൻ്റർമീഡിയറീസിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ എത്ര പ്രൈസ് ഫിക്സ് ചെയ്താലാണ് ഈവൻ വെൻ ദി പ്രോഡക്റ്റ് ഈസ് സോൾഡ് അറ്റ് എ ഡിസ്കൗണ്ട് റേറ്റ്, ചിലപ്പോൾ ചില കമ്പനീസൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കണില്ലേ, അപ്പോൾ അങ്ങനെ ഡിസ്കൗണ്ട് റേറ്റിന് നമ്മൾ കൊടുത്താൽ പോലും നമുക്ക് എന്ത് വരാൻ പാടില്ല, മാനുഫാക്ചറർക്ക് നഷ്ടം സംഭവിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ആ രീതിയിലായിരിക്കണം പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറയുന്നത്. 200 times 300 times ഒക്കെ പോണ്ടി വരും. 100 times നമ്മൾ കയറ്റിയിട്ടാണ് പ്രോഡക്റ്റിനെ വിൽക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. കാരണം once in a while if the product is put on the discount sale also, the manufacturer should not face the loss എന്നുള്ളതാണ് നമ്മുടെ പോളിസി. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട്. ആൻഡ് ദെൻ സ്റ്റഡി ഓഫ് മാർക്കറ്റ്. പിന്നെ വേണ്ട ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണ്, മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. സോ ഹൗ ഫാർ ദ പ്രോഡക്റ്റ് ഈസ് മൂവ്ഡ് ഇൻ ദി മാർക്കറ്റ്. ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ച് ആൾക്കാർക്ക് വിൻഡോ ഡിസ്പ്ലേയിൽ പ്രൊഡക്റ്റ് കൊടുത്ത് ഇതൊക്കെ നഷ്ടക്കച്ചവടം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ്. ഓൺലൈൻ ഷോപ്പുകളാണ് ആൾക്കാർ ഇന്ന് തിരഞ്ഞെടുക്കുന്നത്. സോ ബിക്കോസ് പീപ്പിൾ ആർ നോട്ട് വില്ലിംഗ് ടു ഗോ ഔട്ട്സൈഡ് because of the pandemic. So when we are sitting inside the home, we want to get the products. അല്ലേ? അപ്പോൾ നമുക്ക് പുറത്ത് പോകാനായിട്ട് പറ്റില്ല, നമുക്ക് പ്രോഡക്റ്റ് വേണം. സോ the solution is only go online എന്നുള്ളതാണ്. So we have to study about the market conditions. എന്താണ് മാർക്കറ്റ് കണ്ടീഷൻസ്, പ്രിവെയിലിംഗ് കണ്ടീഷൻസ് എന്താണ്, എങ്ങനെയാണ്. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്മോൾ കമ്പനീസും ഏതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു, മാർക്കറ്റിൽ ഇറ്റ് ഈസ് ഓൺലൈൻ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഏത് കമ്പനീനെ കുറിച്ചിട്ട് നമ്മളിപ്പോൾ ഓൺലൈനിൽ സെർച്ച് ചെയ്താലും വി ക്യാൻ ഗെറ്റ് ദി ഇൻഫർമേഷൻസ്. ഓക്കെ. ആൻഡ് ദെൻ ഇസ് പ്രോഫിറ്റ് മാനേജ്മെൻറ്റ്.
പ്രോഫിറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് കൺസേൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവരുടെ ഉദ്ദേശം എന്താണ്, അവരുടെ ഗോൾ എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തന്നെയാണ്. അത് അവർ വ്യക്തമാക്കിയില്ല എന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം ആരെങ്കിലും നഷ്ടത്തിന് വേണ്ടിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമോ? ഇല്ല. എവ്രി വൺ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തന്നെയാണ്. ബട്ട് ദ തിങ് ഇസ് ഹൗ ദേ ആർ ഗോയിങ് ടു റീച്ച് ആൻഡ് ഹൗ ദേ ആർ ഗോയിങ് ടു യൂട്ടിലൈസ് എ പ്രോഫിറ്റ് വിച്ച് ദേ ഹാവ് അച്ചീവ്ഡ്. അവർ അച്ചീവ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിൻ്റെ എത്ര % എന്തൊക്കെയാണ് ചെയ്യാൻ പോണത്? അതിലൊരു % അവർ കമ്പനിയിലേക്ക് ക്യാപിറ്റലിൻ്റെ ഭാഗത്തേക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു ഭാഗം അതിനു വേണ്ടി പ്രയത്നിച്ച വർക്കേഴ്സിന് കൊടുക്കേണ്ടി വരും. ഒരു ഭാഗം അവർ കമ്പനിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ വാട്ട് ദേ ആർ ഗോയിങ് ടു ഡു വിത്ത് ദ പ്രോഫിറ്റ് വിച്ച് ദേ ഹാവ് റിസീവ്ഡ് ഓർ വിച്ച് ദേ ഹാവ് അച്ചീവ്ഡ് എന്നുള്ളതാണ് പ്രോഫിറ്റ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ആൻഡ് ദെൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻപുട്സ് തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് സ്കാസ് ഫാക്ടർ തന്നെയാണ്. എപ്പോഴെപ്പോഴും നമ്മുടെ കയ്യിൽ ഇറക്കാനായിട്ട് പൈസ ഉണ്ടാവണം എന്നില്ല. നമ്മുടെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ 5 years നമ്മൾ എന്തായാലും സ്ട്രഗിൾ ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറഞ്ഞ ക്യാപിറ്റൽ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം ഇൻവെൻട്രി കണ്ടമാനം പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് വെയർ ഹൗസിൽ ഡംപ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വെൻ ദർ ഈസ് നോ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ദെൻ വൈ ഡു യു വാണ്ട് ടു പ്രൊഡ്യൂസ്? സോ പ്രൊഡ്യൂസ് ദ ഗുഡ്സ് അക്കോർഡിംഗ് ടു ദ മൂവ്മെൻറ്റ്. അപ്പോൾ എത്രത്തോളം ഗുഡ്സ് മാർക്കറ്റിൽ സെയിലുണ്ട്, എത്രത്തോളം നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ട്, അത് മനസ്സിലാക്കിയിട്ട് വേണം പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട്. സോ ആദ്യത്തെ വർഷം ചിലപ്പോൾ നമ്മൾ 1000 units പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് ഇയർ 3000 units പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷേ പ്രോഡക്റ്റ് മാർക്കറ്റിൽ മൂവ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് ടേക്ക് ദാറ്റ് സ്റ്റെപ്പ്. If the product is moving and if you are having more demand for your product, then you can go ahead. Okay, അപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ ഉണ്ടാവേണ്ട സാധനങ്ങൾ എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം. എന്നാൽ തീരെ ഔട്ട് ഓഫ് സ്റ്റോക്കും ആയി പോകരുത്. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ 1-2 പ്രാവശ്യം വന്ന് ചോദിച്ചേക്കാം പ്രോഡക്റ്റ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇല്ലയെന്നാണ് നമ്മുടെ റെസ്പോൺസ്. ഒരു പ്രാവശ്യം ചോദിച്ചും ഇല്ല, രണ്ടാമത്തെ പ്രാവശ്യം അവർ അന്വേഷിച്ച് വന്നപ്പോഴും ഇല്ലയെന്നുണ്ടെങ്കിൽ simply the consumer will switch over to the other product. So അവർ വല്ലാണ്ട് വെയിറ്റ് ചെയ്യില്ല. അവരതിന് പകരം അല്ലെങ്കിൽ വേറെ കോമ്പറ്റീറ്റേഴ്സിന് പ്രോഡക്റ്റ് മാർക്കറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ അവരതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് മാനുഫാക്ചർ ചെയ്ത് ഇൻവെൻട്രിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് കൊണ്ടുപോയി വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ദെൻ ബിസിനസ് സൈക്കിൾ. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബിസിനസ് സൈക്കിളിൽ വരുന്ന ഡിപ്രഷൻ സ്റ്റേജ് ആയിരിക്കാം, റിക്കവറി സ്റ്റേജ് ആയിരിക്കാം, പ്രോസ്പെറിറ്റി സ്റ്റേജ് ആയിരിക്കാം, ബൂം ആയിരിക്കാം, റിസഷൻ ആയിരിക്കാം. ഇപ്പോൾ ഇനീഷ്യലി നമ്മുടെ ഈ പാൻഡമിക് റൈസ് വന്നേ പിന്നെ എന്താ ഉണ്ടായത്? നമുക്കൊരു ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. പിന്നെ ഇനി ആ സമയത്ത് കുറേ ഇൻഡസ്ട്രീസ് പൂട്ടിപ്പോയിട്ടുണ്ട്. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റുകളിൽ നിന്നുമായിട്ട് പല തരത്തിൽ പണി അറിയാവുന്ന ആൾക്കാരെ പല ജോലിയുടെ മേഖലകളിൽ അവരുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ലോക്ക്ഡൗണും അല്ലെങ്കിൽ ഈ ഒരു കൊറോണയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് അവർ തിരിച്ചു പോയി. അപ്പോൾ ഇൻഡസ്ട്രീസിലെ അവർക്ക് പണിക്കാരില്ല, ജോലിക്കാരില്ല, പണി അറിയുന്ന ആൾക്കാരില്ലാത്തൊരവസ്ഥയാണ്. എത്ര ഇൻഡസ്ട്രീസാണ് ഈ പാൻഡമിക് പീരീഡിൽ ക്ലോസ് ചെയ്ത് പോയിട്ടുള്ളതെന്നറിയും. ദേ ഹാവ് ഷട്ട് ഡൗൺ, സിംപ്ലി ഷട്ട് ഡൗൺ. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഒരു വരുമാനം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. കാരണം ആ ബിസിനസ് സൈക്കിൾ ആ രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു. ഇനി പ്രോസ്പെറിറ്റി പീരീഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ദാറ്റ് ഈസ് എവ്രിത്തിങ് വിൽ ബി ഇൻ ഇറ്റ്സ് പീക്ക്. ആ സമയത്ത് ആര് എന്ത് തുടങ്ങിയാലും വെച്ചടി കയറ്റായിരിക്കും.
അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് എത്തും, അതിൻ്റെ ഹയസ്റ്റ് പൊസിഷനിലേക്ക് നമ്മൾ എത്തും. അത് കഴിഞ്ഞാൽ താഴത്തേക്ക് ഒരു പോക്കാണ്. റിസഷൻ ആവാം, ഡിപ്രഷൻ ആവാം, പിന്നെ അതിൽ നിന്ന് വീണ്ടും നമ്മൾ റിക്കവർ ചെയ്ത് വരും. അപ്പോൾ ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് it always happens in the economy. Okay. And then the strategic planning. It is a new addition to the scope of economic. പുതിയൊരു പോയിൻ്റാണ്. എന്തുകൊണ്ടാണ്? വിത്ത് ദ എമർജൻസ് ഓഫ് MNCs, മൾട്ടിനാഷണൽ കമ്പനീസ് വന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പ്ലാനാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. മാനേജറിയൽ എക്കണോമിക്സ് പ്രൊവൈഡ് എ ഫ്രെയിം വർക്ക് in which long-term decisions can be made. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മാസത്തെ പ്ലാൻ അല്ല നമുക്ക് വേണ്ടത്, 5 ഇയേഴ്സിൻ്റെ പ്ലാനല്ല. 5 ഇയേഴ്സ് ആവും നമ്മളത് ഏകദേശം നമ്മുടെ പ്രോഡക്റ്റ് ലോകം അറിയാനായിട്ട്. സോ 10 ഇയേഴ്സ് 15 ഇയേഴ്സ് നമ്മൾ എവിടെ ആയിരിക്കണം, വാട്ട് വിൽ ബി അവർ പൊസിഷൻ ഇൻ ദി മാർക്കറ്റ് എന്നുള്ളതായിരിക്കണം നമ്മുടെ വീക്ഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇഷ്ടംപോലെ മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ട്. സോ അവരൊക്കെ വന്നപ്പോൾ ചെറിയ ഇൻഡസ്ട്രീസൊക്കെ ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. കാരണം MNCസിന് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, അവർക്ക് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിന് പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ സ്മോൾ ഇൻഡസ്ട്രീസിന് അത്ര വലിയ ഫെസിലിറ്റീസൊന്നും ഇല്ല. പക്ഷേ അവർ കൊടുക്കുന്ന റെഡ്യൂസ്ഡ് പ്രൈസിന് ഈ പ്രോഡക്റ്റ് കൊടുക്കാനും അവർക്ക് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ MNCs ആയിട്ട് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് പൂട്ടിപ്പോകേണ്ട ഗതികേടും ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്, ലോങ് ടേമിനെ കുറിച്ചിട്ടുള്ള, നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള ലോങ് ടേം പ്ലാനിങ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ സ്കോപ്പായിട്ട് വരുന്നത്. എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, എന്തൊക്കെ സാധ്യതകളാണ് അതിനുള്ളത്, ഒരു സ്മോൾ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ എന്നൊക്കെ, എവിടെയാണ് നമുക്ക് ഏരിയ ഓഫ് സ്റ്റഡി, എവിടേക്കാണ് നമുക്ക് മാനേജറിയൽ എക്കണോമിക്സ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമുക്കതിൽ പറഞ്ഞിട്ടുള്ളത്. സ്റ്റഡി ഓഫ് മാർക്കറ്റിലെ കമ്പനിയുടെ പോളിസി മേക്കിങ്ങിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്, ബിസിനസ് സൈക്കിളിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് മാനേജറിയൽ എക്കണോമിക്സ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക, അതിൻ്റെ സ്കോപ്പ് എവിടേക്കാണുള്ളത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. ഞങ്ങൾക്ക് മാനേജറിയൽ എക്കണോമിക്സ് എന്താണ്, അതേപോലെ അതിൻ്റെ നേച്ചർ എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ ചോദിക്കുക. ഇൻട്രാക്ഷൻ അവറിൽ ഞാൻ ചോദിക്കുന്ന കുട്ടികൾ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാനേജറിയൽ എക്കണോമിക്സ്, അപ്പോൾ 3 പേര് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരാളുടെ ഡെഫിനേഷൻ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ആ ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കുക. ആ 3 ഡെഫിനേഷൻ ബുക്കിൽ നിന്ന് വായിച്ച് നോക്കിയിട്ട് അതിൽ ഏത് ഡെഫിനേഷനാണോ മക്കൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ആ ഒരു ഡെഫിനേഷൻ നമ്മൾ വായിച്ച് പഠിച്ച് വയ്ക്കുക. ഓക്കെ. അതേപോലെ തന്നെ നമ്മളതിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാ ഷോർട്ട് പോയിൻറ്റുകളും, ആ ഷോർട്ട് പോയിൻറ്റ് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് കീ പോയിൻറ്റ്സ് കൊടുക്കാനുണ്ടെങ്കിൽ ആ പോയിൻറ്റും ആരോ മാർക്കിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ നമ്മളിതിൻ്റെ സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്, അതും ഇതൊക്കെ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്, സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്, ഇതൊക്കെ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊക്കെ സൈഡ് ഹെഡിങ്സ് നോട്ട് ചെയ്യുക. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കീ പോയിൻറ്റ്സ് എന്താണെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ നോട്ട് ചെയ്യാം. ഓക്കെ. സോ മനസ്സിലായി എന്ന് വിചാരിക്കണം. താങ്ക് യു.